ഹലോ സുഹൃത്തുക്കളെ, ഇത് ഞാൻ പുതുതായി തുടങ്ങുന്ന ഒരു ചാനലാണ്. ഇതിൽ കൂടുതലായിട്ടും സിനിമാ വിശേഷങ്ങളും നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും പങ്കുവെക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനമായ വീഡിയോ ഇടുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജിയോ കാപ്പനുമായുള്ളൊരു ഇൻ്റർവ്യൂയിലൂടെയാണ്. അയാളുമായി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് തുടങ്ങാം. സാർ, നമസ്കാരം. എന്തായാലും ജംഷീർ പുതിയതായിട്ട് ആരംഭിച്ച ഈ ചാനലിന്റെ ആദ്യത്തെ വീഡിയോയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നാട്ടുപുറത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഇതിലൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് ജംഷീർ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, ഭാവിയിൽ നിങ്ങളും ഈ ചാനലിലെ ഓരോ ചോദ്യങ്ങളുമായിട്ട് ജംഷീർ നിങ്ങളുടെ അടുത്തെത്തും. എല്ലാവർക്കും ഭാഗമായിക്കൊണ്ട് നല്ലൊരു വളർച്ച ഉണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാറ് കുറേ വർഷങ്ങളായി യൂട്യൂബ് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. ഓക്കെ, എന്തായാലും അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എൻ്റെ റിക്വസ്റ്റ് എന്നതിലുപരിയായിട്ട് ജംഷീറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കും ഒരു കാലത്ത് സിനിമയോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിക്കോട്ടെ എന്നുള്ളൊരു സജഷൻ വെക്കുകയും ആൾക്കത് ഇഷ്ടപ്പെടുകയും ചെയ്ത് അങ്ങനെ സ്റ്റാർട്ടായതാണ്. നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് അടുക്കാം. 80കളിലെയും 90കളിലെയും ഇന്നത്തെ സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാറിൻ്റെ ഒരു നിഗമനത്തിൽ? ഈ 80കൾ 90 എന്നൊക്കെ പറയുമ്പം ഒരുപക്ഷെ ഞാനും ജംഷീറും ഒക്കെ ജനിച്ച കാലഘട്ടമാണ്. അപ്പം അതിനുശേഷം ഉള്ള ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 10 വയസ്സിന് മുകളിലൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് സിനിമയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്നത്. അന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസ് പോലെയുള്ള മമ്മൂട്ടിയുടെയൊക്കെ സിനിമകളും ലാലേട്ടൻ്റെയും ആ സമയത്തുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നത്, അതിനെ ഇഷ്ടപ്പെട്ട് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ കാണാനായിട്ട് തുടങ്ങിയത് ഏകദേശം ഒരു അതിനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ടീനേജ് കാലഘട്ടത്തിലേക്ക് എത്തിയ സമയത്താണ്. അപ്പം ആ സമയത്ത് സിനിമകളിൽ പ്രധാനമായിട്ടും എനിക്ക് ആക്ഷൻ അങ്ങനെയുള്ള സിനിമകളായിരുന്നു ഇഷ്ടം. അപ്പം 80കളിൽ 80സിലെയും 90സിലെയും കിഡ്സ് എന്ന് പറയുമ്പോൾ അവരേറ്റവും കൂടുതൽ ഒരുപക്ഷെ കണ്ടിട്ടുള്ളത് നമ്മുടെ പണ്ട് കാലത്തെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഏറ്റവും ഉഷാറായിട്ട് നിന്നൊരു കാലഘട്ടം. അതുപോലെ തന്നെ ബാബു ആന്റണിയുടെയൊക്കെ സിനിമകൾ, ലേലം പോലുള്ള സിനിമകൾ, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ ഇഷ്ടത്തോടെ കണ്ടിട്ടുണ്ട്. എല്ലാം ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ആക്ഷൻ, അതുപോലെ തന്നെ അണ്ടർവേൾഡ് ബന്ധപ്പെട്ട കഥകളൊക്കെ ആയിരുന്നു. അപ്പം രാഘവൽ വർമ്മയുടെ സിനിമകൾ, അമൽ നീരദിന്റെ സിനിമകൾ, അത് തൊട്ടുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കുക. അപ്പം ആ സിനിമകളിലൊക്കെ ക്യാമറ, അതിന്റെ എസ്തെറ്റിക്സ്, അതിലെ ആർട്ട് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ ക്യാമറ ആംഗിൾസ്, സാധാരണ രീതിയിലുള്ള റൂൾസിനെ അതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, അത് വ്യത്യസ്തമായിട്ട് ഒരു കഥേനെയും ഒരു കാഴ്ചേനെയും കാഴ്ചക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ സിനിമയുടെ വീക്ഷണം ചിലപ്പം എല്ലാവരുടെയും വീക്ഷണത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിരിക്കും. ഞാൻ നല്ലതെന്ന് പറയുന്ന സിനിമ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല, അല്ലാതെയും വരാം. അതുപോലെ തന്നെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒക്കെ സിനിമകൾ, പണ്ട് കാലത്തുള്ള ദ ഗുഡ് ബാഡ് അഗ്ലി എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ എനിക്ക് വളരെയധികം ആസ്വാദനത്തിൽ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും തമ്മിൽ വെച്ച് നോക്കുമ്പം എനിക്ക് ആ കാലത്ത് സിനിമയ്ക്ക് ഒരുപാട് വാല്യൂ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കഥാ ബേസിൽ, അഭിനയത്തിന്റെ ബേസിൽ, അഭിനേതാക്കളുടെ ബേസിൽ, അതിന് മറ്റു പ്രവർത്തനങ്ങൾ, അത് കൊടുക്കുന്ന വരുമാനം. ഇന്ന് സിനിമ കുറേ കൂടെ ജനകീയമായേക്കുവാണ്. അപ്പം അങ്ങനെ ഒരു ജനകീയമായിട്ട് മാറിയ സാഹചര്യത്തിൽ അതിന്റെ വാല്യൂവിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ വാല്യൂവിൽ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട്. പഴയകാല അഭിനേതാക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട താരം സാറിനാരാണ്? പഴയകാല അഭിനേതാക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് അന്നും ഇന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി. പിന്നീട് ഞാൻ കുറച്ച് വളർന്നു വരുന്ന സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ നടന്മാർക്കും ഓരോ മേഖലകളിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ അവരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന സംവിധായകനാണ് അതിലെ പ്രധാനപ്പെട്ട ആള്. അല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന തിരക്കഥ വരുന്നതും ആ ക്യാരക്ടർ സെലക്ഷൻ, ആ കാസ്റ്റിംഗ്, അതൊക്കെ വളരെ പ്രധാനമാണെന്നുള്ളത് പിന്നെ മനസ്സിലായി എന്നുള്ളതാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെന്ന് പറയുന്ന സമയത്ത് എനിക്ക് കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന നടന്മാരെയാണ് കൂടുതൽ താല്പര്യം. സ്ക്രീനിൽ അവരുടെ മുഖം വരുമ്പോൾ അല്ലെങ്കിൽ അവരെ കാണിക്കുന്ന സമയത്തൊക്കെ സ്ക്രീനിൽ ഒരു നിറവ് ഫീൽ ചെയ്യും. അപ്പൊ അത് മമ്മൂക്കനെ കുറിച്ച്, അതുപോലെ തന്നെ മോഹൻലാല്, സുരേഷ് ഗോപി, ബാബു ആന്റണി, ഇങ്ങനെയുള്ള നടന്മാരെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ ചെറിയൊരു തിരുത്തുണ്ട്. ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ എന്ന് പറയുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ തിലകൻ ചേട്ടനാണ്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? തിലകൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സാധാരണ വ്യൂ പോയിന്റിൽ നമ്മൾ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ് നമ്മുടെ മൈൻഡിൽ ആരാധനയുടെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്.
അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു മഹാനടനാണ്. ഒരുപക്ഷെ സൗന്ദര്യത്തിനും അല്ലെങ്കിൽ മറ്റ് സൂപ്പർ താരങ്ങളെക്കാളും ഒക്കെ അപ്പുറത്തേക്ക് അഭിനയത്തിന്റെ ആഴങ്ങളിൽ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ജംഷീദ് പറഞ്ഞ ആ ഒരു കാര്യം വളരെ കറക്റ്റാണ്. പണ്ട് തിയേറ്ററിൽ കാണുന്ന സിനിമ ഇന്നും അന്നും ഒരു തിയേറ്ററിൽ കാണുന്ന ഒരു ആവേശം നൽകുന്നുണ്ടോ? എന്താണ് ഇന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസും സാറ് പണ്ട് കണ്ട തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ഞാൻ ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിലും ഇന്നാണെങ്കിലും എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളല്ല. അപൂർവമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോകാറുള്ളൂ. ചെറുപ്പത്തിൽ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമ അനിയത്തിപ്രാവ് എന്നൊക്കെ പറയുന്ന സിനിമ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടത് എനിക്ക് ഓർമ്മ വരികയാണ്. പക്ഷെ അന്ന് എനിക്കും എൻ്റെ ഗ്രാൻഡ് ഫാദറിനും പൊതുവെ കുറച്ച് ആക്ഷനും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്റ്റോറികളും അണ്ടർവേൾഡും ഒക്കെ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങും. പക്ഷെ അത് അന്നത്തെ വലിയ വിജയമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പം അന്ന് ഞങ്ങളെ ആൾക്കാർ വഴക്ക് പറഞ്ഞു, എപ്പോഴും എപ്പോഴും തിയേറ്ററിന്റെ വാതിൽ തുറന്ന് ഇറങ്ങരുത് എന്ന് പറഞ്ഞ അവസാനം അതിന്റെ അധികാരികൾ വന്ന് ഞങ്ങളോട് പറയുകയൊക്കെ ഉണ്ടായി. അപ്പം അതേപോലെ തന്നെ വീട്ടിലെല്ലാവരും സിനിമ കാണാൻ പോകുന്ന സമയത്താണെങ്കിലും ഒരു തിയേറ്ററിൽ ആക്ഷൻ സിനിമ ഓടുന്നു, തൊട്ടടുത്തുള്ള തിയേറ്ററിൽ മമ്മൂട്ടിയുടെ ഒരു സിനിമയായിരുന്നു, മമ്മൂട്ടി ദിലീപ് ഒക്കെയുള്ള ഒരു സിനിമയായിരുന്നു. അതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കളിയൂഞ്ഞാലോ അങ്ങനെ എന്തോ ഒരു സിനിമ ഉണ്ടായിരുന്നോ, അങ്ങനെ ഒരു സിനിമയായിരുന്നു. അപ്പം അതിൽ ആണ് ഞാൻ എത്തപ്പെട്ടത് മാതാപിതാക്കളുടെ കൂടെ. പക്ഷെ അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ അപ്പുറത്തുള്ള തിയേറ്ററിൽ ദി കാർ എന്ന് പറയുന്ന ജയറാമിന്റെ സിനിമ കാണാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഭയങ്കര അട്ടഹാസവും കൂക്കിവിളിയും കയ്യടിയും ഒക്കെ കേൾക്കാനിടയായി. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ ഈ ഫാമിലി കഥ കണ്ടിരിക്കുവാണ്. അപ്പം എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുക എന്ന് പറയുമ്പോൾ പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ദ മമ്മി പോലെയൊക്കെയുള്ള സിനിമകളുണ്ടല്ലോ, ഇംഗ്ലീഷ് സിനിമകൾ, അതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ആ ക്യാമറയുടെ യൂട്ടിലൈസേഷനും വലിയ വലിയ ഹെലികോപ്റ്റർ ഷോട്ടുകളും ഒക്കെ കണ്ടപ്പോൾ അതിനോട് എനിക്കൊരു ഇംപ്രഷൻ തോന്നി. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടാലാണ് ഇതിനൊരു സുഖം കിട്ടുക എന്നുള്ളത്. അല്ലാത്ത സിനിമകൾ എനിക്ക് തിയേറ്ററിൽ കാണുന്നതും ടി വി കാണുന്നതും മൊബൈലിൽ കണ്ടാലും എനിക്കങ്ങനെ വലിയൊരു വ്യത്യാസം തോന്നാറില്ല. പിന്നെ കഥയുമായിട്ട് കൂടുതൽ ഒത്തുപോകുന്ന സിനിമകളാണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടില്ലെങ്കിലും അത് ഓക്കെയാണ്. എന്നാൽ കുറെ കൂടി എഫക്റ്റും സൗണ്ട് എഫക്ട്സും ദൃശ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴാണ്. ആവേശത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ആവേശത്തിന് അന്നും ഇന്നും കുറവില്ല. ആളുകൾക്ക് ഇന്ന് ആവേശം കൂടുക ചെയ്തത്, പക്ഷെ അവരുടെ ആവേശത്തിന്റെ എനർജി ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള സിനിമകൾ ഇന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിൽ ചെറിയൊരു തിരുത്തിക്കുണ്ട്. കാരണം പണ്ടൊരു സിനിമ ഇറങ്ങുക എന്ന് പറയുന്നൊരു ഉത്സവം പോലെ ആയിരുന്നു. ഇന്നൊരു സിനിമ സിനിമ കാണാൻ നമ്മൾ പോയ സിനിമകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പല ആൾക്കാർ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ തിയേറ്ററിന് ഉള്ളിൽ കയറിയാൽ വരെ പേര് കാണിച്ച് കൈയോളും വരെ എല്ലാവരും മൊബൈലാണ്. പക്ഷെ ആ ഒരു ഉത്സവം ജനങ്ങൾ ഇപ്പം ഇല്ല. അതെന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? സാറിന് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഇത് ആൾക്കാർക്ക് ഒരു അത്ഭുതമാണല്ലോ സിനിമ. ഇന്ന് സിനിമ കുറെ ജനകീയമായി. കാരണം പണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ സിനിമയെ തൊടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു സാധാരണക്കാരന് പോലും വേണമെങ്കിൽ സിനിമ പിടിക്കാം എന്നുള്ളൊരവസ്ഥയുണ്ട്. പിന്നെ ഈ താരാരാധനയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പൈസ കൊടുത്തിട്ട് വേണം ആളെ കൂട്ടാൻ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതേപോലെ സിനിമയെ കാണാനും ഇപ്പം അത്രയും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പണം മുടക്കി സമയം കളഞ്ഞ് തിയേറ്ററിൽ പോവുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഇപ്പൊ തിയേറ്റർ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പൊ സിനിമേന്റെ സ്വഭാവം മൊത്തം മാറി ഒരു OTT രീതിയിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മനുഷ്യൻ സിനിമ കാണുന്ന രീതിയിലേക്ക് വരെ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല സിനിമ വന്നാൽ ആൾക്കാർ കുത്തൊഴിഞ്ഞ് പോകുന്നതാണ്. ഈ തുടരും എന്ന് പറഞ്ഞൊരു ഫിലിം ഭയങ്കര വിജയമാണല്ലോ കേരളത്തിൽ നേടിയത്. മലയാള സിനിമ തകർന്നു പോയിന്ന് ആൾക്കാർ പറയുന്ന സമയത്തും തുടരും ഭയങ്കരമായിട്ട് നല്ല പ്രൊഡക്റ്റ് ഇറക്കിയപ്പോൾ വമ്പൻ ഹിറ്റായി പോയൊരു സിനിമയാണ് തുടരും. എൻ്റെ ഒരു വീക്ഷണത്തിൽ നല്ല കഥയും നല്ല സംവിധായകനും നല്ല ആക്ടറും ആണെങ്കിൽ പടം സൂപ്പർ ഹിറ്റ് ആവുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാർ അതിനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. നല്ല സിനിമയാണ്. കാരണം മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും വലുത്. ഒരാൾ കണ്ടിട്ട് നല്ലതാണെന്ന് പറയുന്നതാണ് ഒരാൾ റിവ്യൂ പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പല സമയത്തും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലെ തള്ളുകളും റിവ്യൂവിലെ തള്ളുകളും ഒക്കെ കണ്ട് എൻ്റെ ഈ സുഹൃത്ത് എല്ലാ സിനിമയും കറക്റ്റ് കാണാൻ പോകുന്ന ആളാണ്. അപ്പം ഞാൻ ഇയാൾ കണ്ടു കഴിയുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട്. അപ്പം എന്നോട് പുള്ളി പറയും അത് ഇത്ര പോരാ, അല്ലെങ്കിൽ അത് നല്ലതാണ്, സോഷ്യൽ മീഡിയയിലൊന്നും അതിനെക്കുറിച്ചൊന്നും കേട്ടില്ലെങ്കിൽ നല്ലതാണ്. പക്ഷെ അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഇത് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സിനിമ കാണാൻ തോന്നും. അപ്പൊ നല്ല കഥയ്ക്കും നല്ല സംവിധായകനും നല്ല തിരക്കഥയ്ക്കും നല്ല അഭിനയത്തിനും എന്നും മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളതിനോട് ശരിയായിട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഞാനൊരു ഇംഗ്ലീഷ് പടത്തിനെ കുറിച്ചാണ് സാറിനോട് ചോദിക്കാൻ പറഞ്ഞത്. 9.5 മാർക്ക് കിട്ടിയ 50 കൊല്ലം മുമ്പാ ഇറങ്ങിയൊരു ഫിലിമാണ്. 9.5 മാർക്ക് അന്ന് ആ സിനിമ കിട്ടിയിട്ടുണ്ട്. സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മല്ല. ഗോഡ് ഫാദർ എന്നാണ് ആ സിനിമന്റെ പേര്. സാർ ആ ഫിലിം കണ്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് സിനിമ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പക്ക റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് ഈ അണ്ടർവേൾഡിലെ അല്ലെങ്കിൽ ഈ വയലൻസ് ഒക്കെ കാണിക്കാൻ പറ്റുക. എനിക്കതിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സീന് അതിലെ ആ പ്രധാനപ്പെട്ട
പ്രായം ചെന്ന ആ ഒരു കഥാപാത്രം ആ ഒരു പച്ചക്കറി തോട്ടത്തിൽ വെടിയേറ്റ് വീണ് കിടക്കുന്ന ആ ഒരു സീൻ വളരെ മെമ്മറബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അടുത്ത ഗോഡ് ഫാദർ ആയിട്ട് അവരോധിക്കപ്പെടുമ്പോൾ ആ ഡോർ അടയുന്നതായിട്ടുള്ള സീന്, അതൊക്കെ വളരെ എനിക്ക് ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അത് ആ സിനിമ നമ്മൾ ഇന്ന് കാണുമ്പോൾ ഇന്ന് പിടിച്ച റിയലിസ്റ്റിക് സിനിമേനേക്കാളും എത്രയോ നിലവാരമാണ് അത്രയും വർഷം മുൻപ് അവർ പിടിച്ചിട്ട്. അതാണ് ശരിക്കും പറഞ്ഞ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. അങ്ങനത്തെ ഒരു സിനിമ ഇറക്കാൻ സിനിമ ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഗോഡ് ഫാദർ എന്നും ഗോഡ് ഫാദർ തന്നെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഒരുപാട് നമ്മൾ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടും ആളുകൾക്ക് ആത്മാർത്ഥമായിട്ട് സിനിമേനോട് അർപ്പണബോധത്തോടെ സമീപിക്കുന്ന ഒരു കുറവായതുകൊണ്ടായിരിക്കും അങ്ങനെ ഇറക്കാൻ പറ്റാത്തത്. താങ്ക് യു. സാറിൻ്റെ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു വരുന്നു. ഞാൻ OTT നിന്നാണ് കണ്ടത് ആ പടത്ത്. എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ടുള്ള ഞാൻ ആ പടം കണ്ടിട്ട്. പക്ഷെ അതിൻ്റെ സംവിധായകന ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ചെയ്ത ഒരു സാധനമാണ് ആ സിനിമ. ഒരു ഗംഭീര പടം തന്നെ. അതിന് 9.5 മാർക്ക് കിട്ടിയതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി അടുത്തൊരു ചോദ്യം, മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മലയാള സിനിമയുടെ ഭാവിയെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് മറുപടി പറയാൻ പറ്റുക. നമ്മളതുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട ആളല്ല. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇപ്പൊ എല്ലാ സിനിമകളും പെട്ടെന്ന് OTT-യിലേക്ക് വരികയാണ്. ഇപ്പൊ തുടരുന്ന നേരത്തെ പറഞ്ഞ സിനിമ വരെ ഇപ്പം OTT-യിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും മികച്ച സിനിമയെന്നോ അല്ലെങ്കിൽ OTT-ക്ക് മാത്രം വേണ്ടി ഇറക്കുന്ന സിനിമകളും ഇപ്പോൾ ഉണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നമ്മുടെ കേരളത്തിൽ 3+ ക്രോർ വരുന്ന ആൾക്കാർ, അത്രയും പേരാണുള്ളത്. മലയാളികൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ട്. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യകൾ, ഈ റിയൽ ടൈം ട്രാൻസ്ലേറ്ററുകളൊക്കെ വരുന്നത് കൊണ്ട് ഈ ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചുകൊണ്ട് ഈ പറയുന്ന പാൻ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറത്തേക്ക് ഗ്ലോബൽ ലെവലിലുള്ള സിനിമ നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ട് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയാൽ ഇനി മലയാള സിനിമയ്ക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഓടിയിട്ടുള്ള കളക്ഷനും കൊണ്ട് വിജയിക്കണം എന്നുണ്ടെങ്കിൽ അത് ലോ ബജറ്റിൽ ഇറക്കിയിട്ട് ഈ പറയുന്ന പോലെ ബ്രില്യൻ്റ് ആയിട്ട് OTT പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൂടി ഇറക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ്. ബിഗ് ബജറ്റ് സിനിമകളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് സംശയമാണ് ഇനി അത് എങ്ങനെ പോകും എന്നുള്ളത്. ബജറ്റ് കുറച്ച് നല്ല സ്റ്റോറി ഇറക്കുവാണെങ്കിൽ കുറച്ച് കാലം കൂടെ പിടിച്ചു നിൽക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ അതിർവരമ്പ് കടന്നു പോകണം. ഓക്കെ, താങ്ക് യു. സാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് നന്ദി. എന്തായാലും വളരെ നന്ദി സാറേ. കേട്ടിരുന്ന നിങ്ങൾക്കും അടുത്ത വിഷയമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തും.